മനേട്ടാ എന്താ കാര്യങ്ങളൊക്കെ? പണിക്കാരൊന്നും വന്നില്ലയോ? ആ അമ്മയുണ്ട്, അമ്മേ. മനോട്ടെ വിളിക്കുന്നു. ഞാൻ വിളിക്കാം, അവിടെ നിൽക്കി. അമ്മേ മനോട്ടെ വിളിക്കുന്നു. സുഖാണോ മോനെ? എങ്ങനെയുണ്ടമ്മേ ഞങ്ങളുടെ കട? അതൊന്നും സാരമില്ല മോനെ. മനുവേട്ടാ അമ്മയ്ക്ക് കടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് കുറച്ച് വലിയ കടയാണല്ലോ മോനെ. കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേ. അമ്മയുടെ പോക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. ഐഡി ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പഠിക്കാനിരിക്കുന്നു. ഇതൊക്കെ എത്ര നാളത്തേക്കാന്ന് തമ്പുരാൻ അറിയാം. നീ കളിയാക്കൊന്നും വേണ്ട. ഞാനും മനുവേട്ടനൊക്കെ ഇപ്പൊ ബിസിനസ് ക്ലാസ് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ബിസിനസ്സും പൊട്ടി. എടി ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നല്ലതാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? അതിന് നല്ലത് ചെയ്താലല്ലേ നല്ലതാന്ന് പറയാൻ പറ്റൂ. അല്ല അതൊക്കെ ഇരിക്കട്ടെ, മോള് ബിസിനസ് ചെയ്യാൻ എത്ര രൂപയാ പ്രതീക്ഷിക്കുന്നേ? അമ്മ ഈ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള മൊത്തം തുകയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വെറും 30 ലക്ഷം രൂപ തന്നാൽ മതി. 30 ലക്ഷം രൂപയോ? പൂജയൊന്നും കൂടി പോയിട്ടില്ലല്ലോ. അതെ, ഈ പറഞ്ഞ സ്വർണവും പണവും കാറും ഒക്കെ തന്നല്ലേ നിന്നെയും കെട്ടിച്ചുവിട്ടത്. അന്നേരം ഞാനൊന്നും വേണ്ടിയില്ലല്ലോ. അതെ, അന്തസ്സായിട്ടാടി അച്ഛനും അമ്മ എന്റെ കല്യാണം നടത്തിയത്. അതുകൊണ്ട് ഇതൊക്കെ മേടിക്കാനുള്ള യോഗ്യത എന്റെ രമേശ് ചേട്ടനുണ്ട്. അല്ലാതെ ജോലിയും കൂലിയും ഇല്ലാത്തവന്റെ കൂടെ ഒളിച്ചോടി പോയതല്ല ഞാൻ. ആടി ഞാൻ പോയതേ ഒരു ആണിന്റെ കൂടെയാ, അല്ല നിന്റെ പാവാടത്തുമ്പോ പിടിച്ചോ നടക്കുന്ന പെങ്കോത്തന്റെ കൂടെ. എന്റെ രമേശ് ചേട്ടനെ പെൺകോത്തന്നെ വിളിച്ചോടി. എപ്പോ നോക്കിയാലും അച്ഛാ അവള് പറഞ്ഞു ശരിയാ, ഞാൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇറങ്ങിപ്പോയത് എന്ന് കരുതി എന്താ? അവനെന്നെ അന്തസ്സായിട്ടല്ലേ നോക്കുന്നത്. നിങ്ങളെല്ലാവരും വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. സ്വത്തും പണമൊക്കെ എല്ലാവർക്കും കൊടുത്തു, എനിക്കൊന്നും വേണ്ട. ഞാൻ അനാഥയല്ലേ ഇപ്പൊ. അങ്ങനെയൊന്നും ഇല്ല മോളെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെ അല്ലയോ? ഞങ്ങൾക്ക് എന്തിനാ മക്കളെ ഈ വീടും സ്ഥലമൊക്കെ? മക്കൾ സുഖമായിട്ട് ജീവിക്കുന്ന കാണാനല്ലേ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഈ വീട് നഷ്ടം വിറ്റാ നമ്മൾ എങ്ങോട്ട് പോകുന്ന? അല്ല, വീടും വസ്തുവൊക്കെ വിൽക്കുമ്പോ അമ്മ അച്ഛനെ ആര് കൊണ്ടുപോകും? നീ കൊണ്ടുപോകണം. ഞാനോ? ഈ വയ്യാത്ത അച്ഛനെ അമ്മ ഞാൻ ബാംഗ്ലൂരോട്ട് കൊണ്ടുപോകാനോ? നീ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുമല്ലേ, നീ അങ്ങ് കൊണ്ടുപോ. ബെസ്റ്റ്. അവന്റെ അമ്മയോട്ട് ഞാൻ ഇപ്പോഴാ ഒന്ന് മിണ്ടി തുടങ്ങിയത്. ഞാൻ അച്ഛനെ അമ്മ അങ്ങോട്ട് കൊണ്ടുവല്ല, നടന്നു തന്നെ. പണ്ട് നിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കൊണ്ട് വരുമ്പോഴേ നിന്റെ അച്ഛൻ എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നിന്നെയും കൊണ്ട് ഇവൻ പെരുവഴിയിലോട്ടാണ് പോകുന്നതെന്ന്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ ഒരിക്കലും ഞാൻ പെരുവഴിയിലാക്കത്തില്ലെന്ന്. നിങ്ങൾ ആ വാക്ക് പാലിച്ചു. എനിക്ക് ഒരു കുറവ് വരാതല്ലേ നിങ്ങൾ എന്നെ നോക്കിയത്. പക്ഷെ നമ്മുടെ മക്കള്